ഒരു മാസമായിട്ട് എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടാൻ എനിക്ക് ഇതുവരെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു കാര്യം മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയിലോട്ട് പെടുത്താൻ വേണ്ടിയിട്ടും വന്നതാണ്. നമസ്കാരം ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സംസാരിക്കാനുള്ളത് ഗൈസ്, ഞാൻ എന്റെ ചാനലിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ കുഞ്ഞാറ്റ ഇച്ചായൻ. ഇവരുടെ വിഷയത്തെ കുറിച്ച് ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നവർക്ക് ഏറെക്കുറെ അറിയാവുന്ന കാര്യമായിരിക്കും. ഫേമസ് ആയിട്ടുള്ള 2 യൂട്യൂബേഴ്സ് ആണ് ഇവര്. അടുത്തിടെ ഇവര് രണ്ടു വഴിക്കായിട്ട് വേർപിരിക്കുകയുണ്ടായി, പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്. അതിനകത്ത് ഏറ്റവും അധികം നമ്മൾ മാനിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ കാര്യം തുടർച്ച അറിയുന്നവർക്കറിയാം, തുടർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം. വളരെയധികം രണ്ടുപേരും മുന്നോട്ട് വന്ന് ഒരു പരസ്പരം ആരോപണങ്ങളൊന്നും പറയാതെ, എന്നാൽ തന്നെ ഇച്ചായൻ എന്ന് പറയുന്ന ഒരാൾ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി തന്റെ കാരണങ്ങൾ പൊലിവെ പറഞ്ഞു വരുത്തുന്നുണ്ട്. എനിക്കും ചിലത് പറയാനുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ തുടർച്ചയായി കാണാറുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതിനകത്ത് പുള്ളി, എനിക്ക് അറിയത്തില്ല എത്ര വീഡിയോ ഈ ഒരു വിഷയത്തെ എനിക്ക് ചിലത് പറയാനുണ്ട്, എനിക്ക് പറയാനുള്ളത് അങ്ങനൊക്കെ പറഞ്ഞ് അമ്മയ്ക്കും ചിലത് പറയാനുണ്ട്, വേദന തിന്ന് എത്ര നാൾ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു വിഷയത്തെ ചൊല്ലി പക്ഷെ ഞാൻ അന്ന് ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്ച്വലി നമ്മൾ ചില കാര്യങ്ങൾ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ചില വിഷയങ്ങൾ അവിടെ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഒരു ലൈഫിലേക്ക്, അത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യുന്നവർ വീണ്ടും വന്നത് സോഷ്യൽ മീഡിയയിലേക്ക് കൂടുതൽ വിളമ്പി ആ ഒരു കാര്യം പറഞ്ഞു പുലിപ്പെടുത്തുന്നത്. കാരണം രണ്ടു വഴിക്ക് പിരിയുന്ന 2 പേഴ്സൺസ്. അപ്പം ആക്ച്വലി നമ്മൾ ഈ വിഷയം വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞു പരത്തുമ്പോൾ ആക്ച്വലി അത് മറ്റൊരാൾ കൂടി, അതായത് വേറൊരു ജീവിതത്തിലേക്ക് രണ്ടു വഴിക്ക് പോകുമ്പം രണ്ടുപേരും പിന്നെ അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത എന്നുള്ള കാര്യം ഒരുപാട് പേര് അതിനടിയിൽ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇച്ചായൻ എന്ന് പറഞ്ഞ ഒരാൾ വീഡിയോ ഇട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇയാളുടെ വീഡിയോ നമുക്ക് റെഗുലർ ആയിട്ട് കാണുന്നവർക്കറിയാം. കഴിഞ്ഞ ദിവസം ഇയാൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇയാളുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞ് പഠിക്കുന്ന സ്കൂളിലേക്കാണെന്ന് പോകുന്ന ഒരു കാര്യം. അതിനകത്ത് പോയപ്പോഴേക്കും കുഞ്ഞിനെ കാണാനായിട്ട് പറ്റിയില്ല. ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുഞ്ഞാറ്റ ഒരു വീഡിയോ ഇട്ടു. ഇതുവരെ ആ കുട്ടി എത്ര വീഡിയോ ആക്ച്വലി ആയിട്ട് ചാനൽ നോക്കിയത് ഒരു 10-15 വീഡിയോ അയാൾ ഈ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട്. അത് ചിക്കൻ കറി വെക്കുന്നതായാലും മീൻ കറി വെക്കുന്നതായാലും വീട്ടിലെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളായാലും ഇട്ടാലും അതിനിടയ്ക്കുള്ള ക്യാപ്ഷൻ ഇടുന്ന ഈ ഒരു സംഭവത്തെ ഒരു ചായ വരുന്ന രീതിയിൽ, ഒരു പ്രതിച്ഛായ ഈ ഒരു വിഷയത്തിൽ വരുന്ന രീതിയിലായിരിക്കും അദ്ദേഹത്തിന്റെ ക്യാപ്ഷൻസുകൾ കണ്ടത്. പെട്ടെന്ന് അട്രാക്ട് ചെയ്യാനോ അതിന് വ്യൂവേഴ്സിനോട് തന്നെ സത്യാവോ അല്ലെങ്കിൽ വ്യൂവേഴ്സിനോട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനായിരിക്കുമോ അറിയില്ല. ഇത് പ്രധാനമായിട്ടും പറയുന്നത് കുഞ്ഞിനെ കാണാനായിട്ട് പറ്റിയില്ല എന്നുള്ള കാര്യം. കുഞ്ഞിനെ കാണാനായിട്ട് പറ്റില്ല. ആക്ച്വലി ആ ഒരു വീഡിയോ കണ്ടവർക്കറിയാം. ഇച്ചായൻ എന്ന് പറഞ്ഞ ആളുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അതിന്റെ അടിയിൽ വന്ന് പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് 1.25 ലക്ഷം ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ട സമയത്ത് സ്വന്തം സബ്സ്ക്രൈബേഴ്സ് പോലും ഏറ്റവും കൂടുതൽ ആൾക്കാരും പുള്ളിയെ തെറി വിളിച്ചുകൊണ്ടാണ് ആക്ച്വലി അതിനകത്ത് കമന്റ് ഇട്ടേക്കുന്നത്. അതിനകത്ത് വന്നൊരു കമന്റ് ഞാൻ വായിക്കാം. എന്തൊരു അഭിനയം, പുള്ളിയുടെ പേര് പറഞ്ഞിട്ട്, പക്ഷെ കൊള്ളൂല. അതായത് മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ അമ്മയും അച്ഛനും ഒരിക്കലും തെറ്റായ വഴിയിലേക്ക് പോകില്ല. അത് പോട്ടെ, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. രണ്ടുപേരും 2 വഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകും. അപ്പൊ മക്കളെ ഓർത്ത് പോവാതിരിക്കുന്നവരൊന്നും ഒരുപാട് പേര് പോകുന്നുണ്ട്. നല്ല അഭിനയമാണ് അവൾ. ഇതാ ഇപ്പൊ കുഞ്ഞാറ്റയുടെ വീഡിയോ കണ്ടപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി. അതായത് കുഞ്ഞാറ്റയുടെ വീഡിയോ കണ്ടതിന് ശേഷം വന്നിട്ട് കമന്റ് ആയത്, എന്താ കാര്യം, നാണമുണ്ടോ നിങ്ങൾക്ക്, ഈ പ്രശ്നം ഉണ്ടായപ്പോൾ സാരില്ല എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ട ആളാണ് ഞാൻ. എന്നാ ഇപ്പൊ പറയുന്നത് കുഞ്ഞാറ്റയുടെ ഭാഗത്താണ് 100% ശരി. അതായത് കുഞ്ഞാറ്റ ഇതുവരെ ആക്ച്വലി ഈ ഒരു കുട്ടിയുടെ കാര്യത്തിലുള്ള ഈ വീഡിയോ ഇട്ടതിന് ശേഷമാണ് ആ കുട്ടി പ്രതികരിച്ചത്. അതുവരെ അത് ഒരു വിഷയം ക്ലോസ് ചെയ്ത് മുന്നോട്ട് പോയൊരു വ്യക്തിയാണ്. അറിഞ്ഞോ അറിയാതെ പുള്ളി സംസാരിക്കുന്ന മുഴുവൻ ഓരോ വീഡിയോ ഇടുമ്പോഴും ആ കഴിഞ്ഞു പോയ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരു എന്റെ സംഭവിച്ച കാര്യത്തെ കുറിച്ച് വീണ്ടും പൊക്കി വന്നൊരു കാര്യമാണ്. അതിൽ ഒരുപാട് പേര് ഈ നടി വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. അതായത് കൊച്ചിനെ കാണാൻ പോയത് കാര്യം നിയമപരമല്ലാത്ത രീതിയിൽ, അതായത് ഇവര് നിയമപരമായ രീതിയിൽ രണ്ടുപേരായി കഴിയുമ്പം പിന്നീട് കുഞ്ഞിനെ കാണാൻ പോകുന്ന കാര്യത്തിൽ ഒരുപാട് റൂൾസ് ഉണ്ട്. വക്കീലിന്റെ അല്ലെങ്കിൽ കോടതിയുടെ നിയമപ്രകാരം മാത്രമേ പോയി കാണാനായിട്ട് പറ്റത്തുള്ളൂ എന്നൊരു കാര്യം അത് കുഞ്ഞാറ്റയുടെ വീഡിയോ പറയുന്നത്. നമുക്ക് അതിലേക്ക് വരാം. ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മിക്കുവിനെ കാണണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കാണാം, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വന്ന് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ വന്ന് കാണാനുള്ള അവകാശവും കുഞ്ഞിന്റെ അപ്പന് എന്ന നിലയിൽ ഉണ്ട്. ആരും കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്ന് പൂട്ടി വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ കാണിക്കാതിരിക്കുകയോ ചെയ്യല്ല. നഴ്സറി വിടാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ഇപ്പൊ ഞാൻ പറയുവാണ്. അത് അങ്ങനെ ഒരു കാര്യം എടുത്ത് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞാണ്. അതായത് നഴ്സറിയിൽ കൊച്ചിനെ വിട്ടിട്ടുണ്ടായിരുന്നു. ആ വിട്ട സമയത്ത് വേറൊരാള് പുറത്തുനിന്നുള്ള അപ്പനല്ലാതെ പുറത്തുനിന്ന് ഒരാള് വന്ന് വീഡിയോ കോൾ ചെയ്ത് കൊച്ചിനെ കാണിച്ചു കൊടുത്തു. ഇൻ കേസ് ആ പുറത്തുനിന്ന് വന്ന ആള് എന്തെങ്കിലും മിഠായി കൊടുക്കുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുക, കൊച്ചിനെ മേടിക്കും, കൊച്ചത് കഴിക്കും. ഇൻ കേസ് കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ, ഇൻ കേസ് സംഭവിച്ചു എന്നല്ല, സംഭവിച്ചാൽ ആര് ഉത്തരവാദിത്തം പറയും? ആരാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്റെ വീട്ടുകാരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ മമ്മിയും പപ്പയും എന്റെ അനിയനുമാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആർക്കാണ്? ഞങ്ങളുടെ മിക്കുവിനെ വേണം. ഇനിയും ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമായി പോകും.
അത് മനസ്സിലാക്കണം. എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമായി പോകും. പിന്നീട് എനിക്ക് എനിക്കെന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വരാത്തത് എൻ്റെ ഭാഗ്യം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. കൊച്ചിനെ വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കുഞ്ഞിനെ വെച്ചിട്ട് ഇമോഷണലി പറഞ്ഞ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുമ്പോഴും ഞാൻ അറിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. കുറേയൊക്കെ എനിക്കറിയാം ഏതുവരെ സത്യമാണ് ഏതുവരെ നുണയാണെന്നുള്ളത്, കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ആദ്യം നമ്മൾ ഒരു കാര്യത്തോടെ അടുക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ തെളിവോട് കൂടി കിട്ടുമ്പോണ്ടല്ലോ അത് വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ടാണ്. കുഞ്ഞാറ്റ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ ഒരു ബന്ധം രണ്ടായിട്ട് പിരിഞ്ഞു പോയെന്നുള്ള കാര്യം. ഒരുപാട് പേര് ആ കുട്ടിയുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്തുമാത്രം സപ്പോർട്ടാണ് സംസാരിക്കുന്നത് അറിയാവോ. സ്വന്തം സബ്സ്ക്രൈബേഴ്സ് പോലും ആട്ടിപ്പായിക്കുന്ന രീതിയിലാണ് പുള്ളിയുടെ കമന്റ് ബോക്സ് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് തോന്നും ആൾക്കാർക്ക് കേട്ടിരിക്കുന്നവർ മണ്ടന്മാരല്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ള കാര്യമാണ്. അതായത് കുട്ടിയുടെ കാര്യമാണ് പ്രധാനമായിട്ട് ഈ കുട്ടി സംസാരിക്കുന്നത്. കാരണം ആ ഒരു വീഡിയോ വന്നതിന് ശേഷമാണ് കുഞ്ഞാറ്റ സത്യത്തിൽ പ്രതികരിച്ചത്. എത്രയോ വീഡിയോ അയാൾ ഇട്ടത് അല്ലേ. എന്നിട്ട് ഇപ്പോഴാണ് ആക്ച്വലി ആ ഒരു കുട്ടി അത് പറയേണ്ട വിഷയമായതുകൊണ്ട് മാത്രം അത് മുന്നോട്ടൊന്ന് പറയും. എന്തുമാത്രം മര്യാദയാണ് ആ ഒരു കാര്യം അല്ലേ. ചില വിഷയങ്ങൾ ചില കാര്യങ്ങൾ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ചില ഭാഗങ്ങൾ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ചില ജീവിതത്തിന്റെ ചില വിഷയങ്ങൾ നമ്മൾ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റീകണ്ടിന്യൂറ്റി ചെയ്ത് മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞൊരു കാര്യമായിരുന്നു ഇച്ഛായെന്ന് പറഞ്ഞോളെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകുക എന്നുള്ള കാര്യം. പിന്നെ നിയമപരമായ രീതിയിൽ അതിനെ കാണാൻ പറ്റും എന്നാണ് ഇപ്പോഴും അവർ ആ വീഡിയോയിൽ പറയുന്നത്. പിന്നെ പിരിഞ്ഞ വിഷയം ആ കുട്ടി പറയുന്നത് ഇൻഫെക്ഷന്റെ കാര്യം വരെ ആ കുട്ടി സംസാരിക്കുന്നത്. അതാണ് നമുക്ക് ആ വീഡിയോ കണ്ടവർക്കറിയാം. മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗ്സിൽ പോയി കാണുക. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന ഒരുപക്ഷെ അവർക്ക് അവരെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചില വിഷയങ്ങൾ ആ കുട്ടി വളരെ സ്ട്രോങ് ആണ്. അത് ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന രീതിയിലാണ് ആ കുട്ടി. എന്നിട്ടും മുന്നോട്ട് വിജയിച്ചു പോവുകയാണ്. എന്നിട്ട് ആ ജോലിക്കല്ല അത് പോയേക്കുന്നത്. അത് വിദേശത്താണ്. ജോലിക്കല്ല ആ കൊച്ചു പോയേക്കുന്നത്. എങ്ങനെങ്കിലും അതിന് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടാണ് പോയേക്കുന്നത്. പിന്നെ അതിനെ കുത്തി നോവിക്കുന്ന ഈ വ്യക്തിയാ. ഇതിന്റെ മുൻപും ഞാൻ ഈ വിഷയം സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. പിന്നാലെ നടന്ന് വീണ്ടും വീഡിയോ ചെയ്യുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അവൾ എങ്ങനെ ഇതിനെ സഹിക്കും എന്നുള്ള കാര്യം എന്തൊക്കെയാന്നുള്ള ഈ വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം. എന്നാലും നമ്മൾ ഒരു കാര്യത്തെ കുഞ്ഞാറ്റയെ ബഹുമാനിക്കും അല്ലേ. ക്ലോസ് ചെയ്ത ആ ഒരു വിഷയം പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്ത് നിന്നായിരിക്കും ഈ ഒരു കാര്യം ഏറ്റവും കൂടുതൽ വരുന്നത്. പുരുഷന്മാരെക്കാട്ടിലും ചില വിഷയങ്ങൾ എന്ത് ചെയ്താലും വീണ്ടും അതിനെ പറഞ്ഞ് ദ്രോഹിക്കുന്ന ചില പ്രവണതകൾ സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ ഒരു പ്രവണത കാണുന്നത്. പക്ഷെ കുഞ്ഞാറ്റയുടെ ആ ഒരു കാര്യം, ആ ഒരു ഭാഗം വളരെ നമ്മള് ബഹുമാനം തോന്നുന്നു. ആ കുട്ടി ഇപ്പോഴാണ് ഒരു വീഡിയോ ഇടുന്നത്. അത് തന്റെ കുഞ്ഞിയെ കുറിച്ച് പറയണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രം. അന്നേരം വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. മാത്രമല്ല ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകമായിട്ട് ശ്രമിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത കുട്ടികൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.